അടിപൊളി അടിപൊളി നല്ല റെസ്പോൺസ് ആയിരുന്നു. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കാണാത്തവരെന്തായാലും കാണുക. ഒരു പ്രത്യേക തരം വൈരാഗ്യമാണ് അല്ലേ? പ്രത്യേക തരം വൈരാഗ്യമുള്ള ഒരു സിനിമയാണ്. വിനായകൻ ഭായിയും ഞാനും കൂടെ അഭിനയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കാണാത്തവർ കാണുക. താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിന് മുന്നേ പ്രിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് അഭിനയിച്ചതിന് ശേഷം കാണുന്നത്. വിനായകൻ്റെയും സുരാജേട്ടൻ്റെയൊക്കെ പെർഫോമൻസ് അതിഗംഭീരമാണ്. നമുക്ക് നമ്മളെ അവരൊപ്പം സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം. നിങ്ങളെല്ലാവരും പടം കണ്ടിട്ടുള്ള അഭിപ്രായം പറയും. ജയിലറിന് ശേഷമൊക്കെ ആദ്യമായിട്ടാണല്ലോ വിനായകൻ്റെ ഒരു പടം നമ്മളിപ്പോൾ കാണുന്നത്. പുള്ളി ആയിരുന്നു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ക്യാരക്ടർ. സുരാജേട്ടനായാലും നമ്മളിതുവരെ കാണാത്തൊരു പരിപാടിയും അപ്പിയറൻസും ലുക്ക് തന്നെ വേറെ ആയിട്ടുള്ളൊരു പുതിയ ലുക്കല്ലേ ഇവരെ കാണുന്നത് തന്നെ ഒരു പുതിയ രീതിയിലാണ്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് കണ്ടിരിക്കുന്നവർക്കൊരു നല്ല രസമാണ്. ഞങ്ങളിപ്പം കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതലും ഞങ്ങളുടെ ഒരു സർക്കിളിൽ തന്നെയാണ്. ഇപ്പം അങ്കമാലി, അജയചന്ദ്രൻ, സൂപ്പർ ശരൺ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ തന്നെയാണ്. അല്ലാതെ ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ചെയ്യുമ്പോൾ തന്നെ അവർ നമുക്ക് കുറേ ടിപ്സൊക്കെ തന്നായിരുന്നു. ഭയങ്കര സന്തോഷം. ഫസ്റ്റ് പ്രിവ്യൂ കണ്ടിറങ്ങി നല്ല റിലേറ്റ് ആകുന്ന പടമാണ്. ഇപ്പോൾ നമുക്ക് കണക്റ്റ് ആകുന്നൊരു കഥയാണ്. ഒരു മാറി നിൽക്കുന്നൊരു കഥയൊന്നുമില്ല. ഭയങ്കര ഈസിലി കണക്റ്റ് ആകുന്ന പടം. അത് തുടക്കം നല്ല അവസാനം വരെ എൻഗേജ്ഡ് ആയിട്ട് അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു ഫൺ മുഖേന പോവുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു ഇമോഷൻ പിടിച്ചാണ് പോയിരിക്കുന്നത്. നമ്മുടെ എല്ലാ ഉള്ളിലുള്ള ഒരു ഇമോഷൻ തോണ്ടിവിടുന്ന രീതിയിൽ തന്നെയാണ് പടം പോയിരിക്കുന്നത്. രസമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. സുരാജേട്ടനും നമ്മുടെ വിനായകൻ ചേട്ടനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ പിള്ളേർ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. എല്ലാവരും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു. ഞങ്ങൾ ഈ പല ആവർത്തി ഈ സിനിമ കണ്ടിരുന്നു. അപ്പോൾ പ്രേക്ഷകർ ഇനി കാണേണ്ട ഓഡിയൻസ് പുതിയ ഓഡിയൻസാണ്. ഇതുമായിട്ട് കാണാൻ ബന്ധമില്ലാത്ത ഓഡിയൻസാണ് ഈ സിനിമ കാണേണ്ടത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കാണാൻ പറ്റും. ഓഡിയൻസ് റിയൽ ഓഡിയൻസ് വന്നിരുന്ന സിനിമ കാണുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. സുരാജിൻ്റെയും വിനായകൻ്റെയും ഒക്കെ ഒരു ഷോ ഓഫാണ് കംപ്ലീറ്റ്. കോമഡി എനിക്കിഷ്ടമായി. പിന്നെ എനിക്കൊരു മെസ്സേജ് ഉണ്ട്. എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നതാണ് സന്തോഷം. നല്ലൊരു മെസ്സേജ്, ഒരു നല്ല പെർഫോമൻസ് നന്നായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. അത് രസമായിരുന്നു. നന്നായിട്ട് വിനായകൻ ചേട്ടനൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത സംഭവമായിരുന്നു. രസമുണ്ടായിരുന്നു. സുരേട്ടനും അതായത് സുരാജും വിനായകനും നല്ലതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. അവസാനം കുറച്ച് നേരം സുരാജിൻ്റെ പെർഫോമൻസും ഫസ്റ്റ് ഹാഫ് വിനായകൻ്റെ പെർഫോമൻസ്, അങ്ങനെയാണ് സിനിമ പോകുന്നത്. രണ്ടുപേരും തമ്മിലുള്ളൊരു ബദ്ധവൈര്യത തീർക്കുന്ന ഒരു ക്യാരക്ടർ. ചെറിയ ഫിലിമാണ്, പക്ഷെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല കോംബോ ആയിരുന്നു അവർ രണ്ടുപേരും. അവർ സെറ്റിൽ തന്നെ നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന ഓരോ തമാശയൊക്കെ പറഞ്ഞ് നമ്മളെയും കൂടെ കൂട്ടി ചിരിപ്പിച്ചിട്ടൊക്കെയാണ് നടക്കലുണ്ടായിരുന്നത്. കൂടുതലും നൈറ്റ് ടൈം ആയിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്തൊക്കെ ഷൂട്ടിലുള്ള. അപ്പോൾ ഇങ്ങനെ സീനിൽ ഒരു സിനിമയിൽ ഇങ്ങനെ കാണുമ്പോൾ കൂട്ടി കാണുമ്പോൾ നല്ല രസം. പെർഫോമൻസുകളാണ്. വിനായകൻ സാറിൻ്റെ ആണെങ്കിലും സുരാജേട്ടൻ്റെ ആണെങ്കിലും ഒരു ഹ്യൂമർ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്ന ഒരു മൂവിയാണ്. ബാക്കി ഞാനിതിലൊരു ചെറിയ പാർട്ടാണ്. ബാക്കി ഓഡിയൻസ് ആണല്ലോ കണ്ടിട്ട് പറയേണ്ടത്. സോ ഹോപ്പിംഗ് ഫോർ ദി ബെസ്റ്റ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ സിനിമ കാണണം. രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. രണ്ടുപേരെയും ലുക്ക് വൈസ് ആണെങ്കിലും നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ലുക്കാണെങ്കിലും മാറ്റിപ്പിടിച്ച് ഭയങ്കര ഗംഭീര പെർഫോമൻസുകളാണ്. രണ്ടുപേരും ആരാണ് മെച്ചം എന്നുള്ള രീതിയിൽ മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ബാക്കി ഓഡിയൻസ് കണ്ടിട്ട് പറയട്ടെ. ഇത് ഫൺ മാത്രമുള്ളൊരു മൂവിയല്ല, ഇത് കണ്ടന്റ് റിച്ച്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു വ്യത്യസ്തമായ ഒരു മൂവിയാണ്. രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. വളരെ നല്ല മൂവിയാണ്. ഐ ആം സോ ഹാപ്പി. ആസ് എ പ്രൊഡ്യൂസർ ഐ ആം സോ ഹാപ്പി. വളരെ നന്നായിട്ട് ചെയ്തിരിക്കുന്നൊരു പടം. വളരെ നന്നായിട്ടെന്ന് പറഞ്ഞാൽ ആ രണ്ട് ക്യാരക്ടേഴ്സ്, ഈ ശങ്കുണ്ണിയും മാധവനും നമ്മളുടെ ക്യാരക്ടേഴ്സ്, സുരാജ് വെഞ്ഞാറമൂടും അതേപോലെ തന്നെ പിന്നെ വിനായകനും വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സുരാജിന് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്നൊരു ക്യാരക്ടർ തന്നെയാണ്. ഒരു ഗ്രാമത്തിൻ്റെ നൈർമല്യതയിൽ നിന്നിട്ട് ശ്രീകുമാർ നിർമ്മിച്ച ഈ സിനിമ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നല്ല എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഭംഗിയായ അതിൻ്റെ ഡയറക്ഷൻ സൈഡാണെങ്കിലും ശരി, ബാക്കിയുള്ള സൈഡിലൊക്കെ ആണെങ്കിലും ശരി, വളരെ ഭംഗിയായി സിനിമ ചെയ്തിരിക്കുന്നു. ഈ സിനിമ നന്നായിട്ട് വരട്ടെ, തിയേറ്റർ നന്നായിട്ട് ഓടട്ടെ. ഓടേണ്ട സിനിമയാണ്, തീർച്ചയായിട്ടും ഓടും. സുരാജിൻ്റെയും വിനായകൻ്റെയും ആ ഒരു കോംബോയിലുള്ള ഒരു വെറൈറ്റിയാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രെൻഡായത്. അപ്പോൾ രണ്ടുപേരുടെയും ഒരു ബോഡി ലാംഗ്വേജും രണ്ടുപേരുടെ ക്യാരക്ടർ ഭയങ്കര വ്യത്യാസമായിരുന്നു. പിന്നെ ഒരുപാട് കോമഡികളിലൂടെ പോയ സിനിമയാണെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് പോലെയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഈ കേസ് നടത്തി അങ്ങനെ ഒരു വൈരാഗ്യം, രണ്ടുപേരും തമ്മിലുള്ള ഒരു വൈരാഗ്യം, അത് അവരുടെ ചെറുപ്പകാലത്ത് തുടങ്ങിയിട്ട് അവരുടെ ഒരു പ്രായമാവുന്നവരെ ഒന്നിൽ മരണം വരെ, മരണത്തിന് ശേഷം
ശേഷവും വരെയുള്ള ഒരു പ്രത്യേകതര ഒരു വൈരാഗ്യത്തിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. രണ്ടുപേരും തമ്മിലുള്ള കോംബോ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിനായകൻ്റെ ഡാൻസുള്ള ഒരു സോങ്ങും ക്ലൈമാക്സിൽ വരുമ്പോൾ ഒരു സുരാജിൻ്റെ സോങ്ങും അവർ രണ്ടുപേരും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഫാമിലികൾ തമ്മിലുള്ള പക, അവരുടെ ഗൃഹനാഥന്മാരുള്ള പക, അതിലൂടെയാണ് കഥ പോകുന്നത്. അപ്പോൾ ഫാമിലികൾക്ക് കണ്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു കുടുംബയാത്ര എന്ന രീതിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് തെക്ക് വടക്ക് എന്ന സിനിമ.